നമ്മുടെ ചിറ്റൂര് പാലക്കാട് ജില്ലയിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മുടെ ചിറ്റൂര്. അതിനെന്താണ് കാരണം എന്നല്ലേ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം നമ്മുടെ ഉത്സവം തന്നെയാണ് കൊങ്ങൻപട. കേരളത്തിൽ തന്നെ ഇതേപോലൊരു ഉത്സവം ഇവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതായത് കേരളത്തിലെ ഒരേ ഒരു രണോത്സവം, അതായത് ഒരു യുദ്ധത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്സവം നമ്മുടെ കൊങ്ങൻപടയാണ്. എല്ലാ വർഷവും ഹിസ്റ്ററി റീക്രിയേറ്റ് ചെയ്യുകയാണ് ഈ ഉത്സവം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. രണ്ടാമതായിട്ട് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ ഉറങ്ങുന്ന മണ്ണാണ് നമ്മുടെ ചിറ്റൂരിലെ തെക്കേ ഗ്രാമത്തെ തുഞ്ചൻ മഠം എന്ന് പറയുന്നത്. 16-ാം നൂറ്റാണ്ടിൽ തുഞ്ചത്തെഴുത്തച്ഛൻ പണി കഴിപ്പിച്ച അഗ്രഹാരമാണ് ചിറ്റൂരിലെ തെക്കേ ഗ്രാമം എന്ന് പറയുന്നത്. ഈ അഗ്രഹാരത്തിനും അല്ലെങ്കിൽ തുഞ്ചൻ മഠത്തിന്റെ ഒക്കെ പണി നടക്കുന്ന സമയത്ത് അദ്ദേഹം ചിറ്റൂരിലെ പ്രധാനപ്പെട്ട തറവാടായ എഴുവത്ത തറവാട്ടിൽ താമസിച്ചു എന്ന് പറയുന്നുണ്ട്. എഴുവത്ത തറവാട്ടിലും തുഞ്ചൻ മഠത്തിലൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ പല കൃതികളും എഴുതിയിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. 16-ാം നൂറ്റാണ്ടിലൊക്കെ അദ്ദേഹം ഉപയോഗിച്ച എഴുത്താണി, മെതിയടി, പല ഓലകളും അതുപോലെ തന്നെ അദ്ദേഹം ഉപയോഗിച്ച പൂജാ വിഗ്രഹങ്ങളും ഇന്നും നമുക്ക് തുഞ്ചൻ മഠത്തിൽ പോയാൽ കാണാൻ സാധിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് ചിറ്റൂർക്കാവിന്റെ പരിസരത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഏകദേശം 300 വർഷമോ അതിൽ കൂടുതലോ പഴക്കം വരുന്ന 10ഓളം നാലുകെട്ട് വീടുകൾ ഇപ്പോഴും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ചിറ്റൂരിനുണ്ട് കുറച്ച് സിനിമാ കണക്ഷൻസ്. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡയറക്ടർമാരിൽ ഒരാളായ പത്മരാജൻ, അദ്ദേഹം വിവാഹം ചെയ്തിരിക്കുന്നത് ചിറ്റൂരിലെ എഴുവത്ത് തറവാട്ടിൽ നിന്നാണ്. ഇതേ തറവാട്ടിലെ ഒരു അംഗം തന്നെയാണ് നമ്മുടെ ആക്ട്രസ് സംയുക്തയും. വൈശാലി, പത്തേമാരി, ആദാമിന്റെ മകൻ അബു, അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട സിനിമകളുടെ പുറകിൽ സിനിമാറ്റോഗ്രാഫറായി വർക്ക് ചെയ്തിരിക്കുന്ന മധു അമ്പാട്ടും അദ്ദേഹത്തിന്റെ സഹോദരി വിധുപാലൻ, ഇവര് രണ്ടുപേരും നമ്മുടെ ചിറ്റൂരിലെ അമ്പാട്ട് തറവാട്ടിലെ അംഗങ്ങളാണ്. ഇനി ഞാൻ 2 പാട്ട് കേൾപ്പിക്കും. അണിഞ്ഞു കാണണം ഭഗവാനെ. ഉജ്ജയിനിയിലെ ഗായിക ഉർവശിയെന്നൊരു മാളവിക, ശില്പികൾ ചീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത 2 പാട്ടുകളാണിത്. ഇത് മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള പാട്ടുകളുടെ പുറകിലെ ശബ്ദം എന്ന് പറയുന്നത് നമ്മുടെ ചിറ്റൂരിലെ സ്വന്തം പി ലീലയാണ്. അതായത് ചിറ്റൂരിലെ പൊറയത്ത് എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട തറവാട്ടിലെ ഒരു അംഗമാണ് ഈ പി ലീല എന്ന് പറയുന്നത്. കഴിഞ്ഞിട്ടില്ല പട്ടണപ്രവേശം, സരവേൽപ്പ്, ഈ സിനിമകളുടെയൊക്കെ പുറകിലെ സിനിമാറ്റോഗ്രാഫർ വിപിൻ മോഹൻ, അതായത് നടി മഞ്ജിമ മോഹന്റെ അച്ഛൻ, ഇദ്ദേഹവും ഒരു ചിറ്റൂരുകാരൻ തന്നെയാണ്. വാഴ എന്ന സിനിമയിലൂടെ നമുക്ക് ഇദ്ദേഹത്തിന്റെ മുഖം വളരെയധികം പരിചയം ഉണ്ടാവും. ഉണ്ണികൃഷ്ണൻ ചിറ്റൂർ, ഇദ്ദേഹവും ഒരു ചിറ്റൂരുകാരനാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് ചിറ്റൂരുകാർക്കും സിനിമയുമായിട്ടും ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടും ചിറ്റൂർ ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു സ്ഥലമല്ലേ. ഇനി ഇതിൽ കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്കറിയെങ്കിൽ താഴത്തെ കമന്റ് ബോക്സിൽ വന്ന് പറയൂ. അങ്ങനെ നമ്മുടെ ചിറ്റൂർ എത്രമാത്രം ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണെന്ന് എല്ലാവർക്കും അറിയിച്ചു കൊടുക്കാം.